ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. കുക്ക് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. ഈ ഷേക്കിനെ കുറിച്ച് നേരത്തെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസി എന്ന് പറയാൻ കാരണം ഇതിൻ്റെ പരിപാടി നമ്മൾ തലേന്നേ തുടങ്ങും. തലേന്നേ നമ്മൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കും. ഷേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടികൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇപ്പോൾ ഞാനതിൻ്റെ 3 കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കുപ്പി നമുക്ക് മതി കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ പഴയ കുപ്പികളൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് കളയാതെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നമ്മൾ എൻ്റെ ആൽമണ്ടെല്ലാം തീരാറായി, കുറച്ചുകൂടെ ഉള്ളൂ. എന്തായാലും കാണിക്കാനുള്ള ഒരാൾക്ക് ഞാൻ ഒരു 4-5 ആൽമണ്ട് എന്ന കണക്കിലാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ 4 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10-20-25 ആൽമണ്ട് അത്രയും ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ആൽമണ്ട് ഞാൻ ചെയ്യുന്നത് വെള്ളത്തിലാണ് ഇടുന്നത്. വെള്ളത്തിലിട്ടാലേ നമുക്ക് നാളെ രാവിലെ അതിൻ്റെ സ്കിന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ആൽമണ്ട് മാത്രം ഞാൻ വെള്ളത്തിലിടും. ബാക്കി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഓട്സിൻ്റെ മിൽക്കാണ്. ഓട്സിൻ്റെ മിൽക്കിലാണ് ചിയാ സീഡും ഇത് ഫ്ലാക്സ് സീഡും. ചിയാ സീഡും ഫ്ലാക്സ് സീഡും പിന്നെ എൻ്റെ കയ്യിൽ നമ്മുടെ മത്തൻ്റെ കുരുവുണ്ട്. ഇത് മത്തൻ്റെ കുരുവാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇനിയിപ്പോൾ ഞാൻ പാലിലിട്ട് വയ്ക്കാൻ പോകുന്നത്. മത്തൻ്റെ കുരു, ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്. ഓക്കെ, അപ്പോൾ ചിയാ സീഡ് ചെയ്യുന്നത് 2 സ്പൂൺ മതിയാവും കേട്ടോ. നമുക്ക് 2 സ്പൂണ്. ഇതിപ്പോൾ ഞാൻ 4 പേർക്ക് വേണ്ടി എടുക്കുന്നതാണ്. ഫ്ലാക്സ് സീഡും 2 സ്പൂണ് മതി. ഈ സീഡ്സൊക്കെ നമ്മളിങ്ങനെ സോക്ക് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. ഈ ഫ്ലാക്സ് സീഡിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മത്തൻ്റെ കുരുവും കൂടെ ഇട്ട് വയ്ക്കും. എല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട നമുക്ക്. ഇത്രയും ധാരാളമാണ്. അപ്പോൾ എന്നിട്ടിനി നമ്മൾ മിൽക്ക് ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കും. ഡേറ്റ്സ് ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കട്ടയായിട്ടിരിക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിപ്പോൾ വെറും വെള്ളമല്ലേ, വെള്ളം പോലെ പാല് പോലെ ഇരിക്കുകയല്ലേ. രാവിലെ ആകുമ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള കോസ്ത്രയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്ന് ഞാനും ലക്ഷ്മിയും കൂടെ ഇതാ കഴിച്ചത് കേട്ടോ. അടുത്തത് നമുക്ക് ഡേറ്റ്സ് വെള്ളത്തിൽ ഇടണം. ഡേറ്റ്സും ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് 4 അത്രയും മതിയാകും. അപ്പോൾ വെള്ളത്തിലല്ല, ഞാൻ മിൽക്കിലാണ് ഇടാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഡേറ്റ്സ് ഒന്ന് കഴുകണം. 2 പേർക്കായി, ഇത് 3ആയി, 4. ഇത് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് അത് തുറന്ന് നോക്കണം കേട്ടോ. പലപ്പോഴും മുമ്പൊക്കെ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ്, അങ്ങനെയും ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ പുറം മാത്രം കഴുകിയിട്ടങ്ങ് യൂസ് ചെയ്യുമായിരുന്നു മുമ്പ്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായതല്ല, പുറമേ കാണുന്ന ഭംഗി പോലെയല്ല പലതിനകത്ത്. അതിനകത്ത് ചിലപ്പോഴൊക്കെ പുഴുക്കത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന് കഴുകിയിട്ട് തന്നെ നമ്മൾ ഡേറ്റ്സ് ഉപയോഗിക്കണം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കഴുകി കളയാൻ പറ്റും. എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്, ഇത് കണ്ടോ. അപ്പോൾ അത് കഴുകി കളയണം നമുക്ക്. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്ത് മിൽക്ക് ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ്, എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആൽമണ്ട്, ബദാമിൻ്റെ സ്കിന്ന് കളഞ്ഞെടുക്കുക. അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ബാക്കിയെല്ലാം റെഡിയാണ്. നമുക്ക് അതിന് ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് എടുത്താൽ മതി. ഇടുന്ന സമയത്ത് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കും, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈസിയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ സ്കിന്ന് കളഞ്ഞെടുക്കാൻ. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഈ ഷേക്ക് ഉണ്ടാക്കും ഞങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത്. കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്കിന്നൊന്ന് ഊരിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെയും നമ്മൾ ചെയ്യുന്ന എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നു. മിക്സി ഗ്രൈൻഡറിലോട്ട് ഇവരെല്ലാം കൂടെ ഒന്ന് തട്ടിയിടുന്നു. നമ്മളിതിനകത്ത് നമ്മുടെ ആൽമണ്ടും പിന്നെ ഡേറ്റ്സും ആണ് കേട്ടോ. നമ്മളതെല്ലാം മിൽക്കിലിട്ട് വെച്ചിരുന്നു.
ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ, കാരണം അറ്റത്തൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കരുത്. അടുത്ത നമ്മുടെ ഫ്ലാക്സ് സീഡും മത്തൻ സീഡും ഒക്കെ ഒരുമിച്ച് വെച്ചിരുന്നില്ലേ, അപ്പം അതും കൂടെ ഇതിനകത്തോട്ട് കുത്തിക്കെടുക്കാം. ഇനി ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്, അതുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഓപ്ഷണലാണ് കേട്ടോ. അത് ഇതിനകത്ത് ഇനി നമ്മളൊരു അവക്കാഡോ കൂടി ഇടും. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതല്ല കേട്ടോ. അവക്കാഡോ കിട്ടുമ്പോൾ മാത്രമേ ഞാനിത് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അവക്കാഡോ ഇല്ലാതെ തന്നെയാണ് നമ്മളത് കഴിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നല്ല സൗണ്ടായിരിക്കും കേട്ടോ. ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിലിഷ്യസ് ആയിട്ടുള്ള നമ്മുടെ സ്മൂത്തി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് പറയുന്നത് നല്ലതല്ല. അപ്പോൾ ഉണ്ടാക്കി കുടിച്ചിട്ട് അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.